അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ചൂണ്ടൽ പാറപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ചാ? ഒരു പ്രത്യേകത ഉണ്ട്, സംതിങ് സ്പെഷ്യൽ ആണ് അല്ലേ ചാ? സംഭവം എന്താന്ന് നമ്മുടെ അച്ഛൻ സുനിൽ ഗുരുവായൂർ പറയുന്നതായിരിക്കും. നമ്മൾ നിൽക്കുന്നത് ഒരു പാറപ്പുറത്താണ്. അതെ, ആ പാറപ്പുറത്ത് എന്ന് പറഞ്ഞാല് വെറുതെ ഒരു പാറപ്പുറം അല്ല, അതിനൊരു പ്രത്യേകതകളുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ കുന്നോള റൂട്ടിലാണ്. കുന്നോള ചൂണ്ടൽ എന്ന് പറയും, അവിടെയാണ് നിൽക്കുന്നത്. അതെ, അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് സാധാരണ അമ്പലം അല്ല കേട്ടോ, ശരിക്കും പാറപ്പുറത്തിന് മുകളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യണത് അല്ലെ. പിന്നെ ഈ പാറപ്പുറത്ത് ദേവചൈതന്യം ഉള്ള പാറപ്പുറാണ്. അതുകൊണ്ട് നമ്മള് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇതിന്റെ മുകളിൽ. അത് പ്രത്യേകമായിട്ട് അവിടെ എഴുതി വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല അടിപൊളി കാഴ്ചയാണ്, അപ്പൊ നമുക്കൊന്ന് കാണാം. ഓക്കെ, വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ പാറപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മല പോലെ തന്നെ ഇങ്ങനെ കയറ്റത്തിൽ തന്നെയാണ് പാറപ്പുറം. അതിന് മുകളിലായിട്ട് അമ്പലം. അത് മാത്രമല്ല ഈ പാറപ്പുറത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. വെട്ടിയെടുത്ത പോലെ കാണുമ്പോ ഒക്കെ നല്ല രസമായിട്ട് ഒരു ചെറിയായിട്ട് ഓട്ടയും വെട്ടിയെടുത്ത ഒരു ലുക്കൊക്കെ കാണുമ്പോ അല്ലേ. അതെ, പിന്നെ ഈ പാറപ്പുറത്തിന് വേറെ പ്രത്യേകം ഞാൻ അറിഞ്ഞെന്താണെന്ന് വെച്ചെങ്കില് ഈ പാറപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട്. അതെ അതെ, ഈ കുഴികളിലൊക്കെ വെള്ള സ്രോതസ് ഉണ്ട് ഇതിന്. പക്ഷെ ഈ വെള്ളം അതാണ്ടോ നോക്കിക്കേ, ഈ വെള്ളം ഏത് വേനൽക്കാലത്തും ഇതില് വെള്ളം നിക്കുന്ന പറയണത്. പക്ഷെ ഈ വെള്ളത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് മറ്റേ എന്താ പറയാ, താമരക്കുളാണിത് കണ്ടോ. ഈ വെള്ളം ഏത് വേനൽക്കാലത്തും ഇവിടെ വെള്ളം നിൽക്കുന്നാണ് പറയുന്നത്. അതെ, കാരണം 600 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. 600 വർഷത്തിലേറെ പഴക്കമുള്ള അമ്പലമാണ്. ഒത്തിരി പഴക്കമുണ്ട്. അത് മാത്രല്ല, നമുക്ക് ഈ മറ്റേ സിനിമകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ കുഞ്ഞിരാമായണ സിനിമയില്ലേ, കുഞ്ഞിരാമായണ സിനിമയിലെ ലാസ്റ്റ് കല്യാണം ഉള്ള ഒരു സീനുണ്ട്. ആ സീൻ ഇതുപോലെ ഒരു പാറപ്പുറത്തുള്ള ഒരു അമ്പലത്തിലാണ്. പക്ഷെ അത് പാലക്കാട് എവിടെയാണ്. പാറപ്പുറത്തെ ഒരു ലുക്കും. ഹൃദയം സിനിമയില് പ്രണവ് മോഹൻലാൽ കല്യാണത്തിന് സെക്കൻഡ് ഹാഫിൽ വരും ദർശനായിട്ട്. പാറപ്പുറത്തിരുന്നിട്ട് അറിയില്ല, യൂട്യൂബിൽ ഒരു പിച്ച കാശും രാജകീയ പദവിന്നൊക്കെ അറിയില്ല. ആ ഒരു ലൊക്കേഷൻ അങ്ങനെയൊക്കെ തോന്നുന്നു. നമുക്കില്ല, ഇവിടെ നിൽക്കണില്ല. കാർമയൊക്കെ നോക്കിയാ ക്യാൻവാസൊക്കെ വരച്ച് വെച്ചോലെ അത്യാവശ്യം വരുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മള് മറ്റേ മഴയൊക്കെ പെയ്തല്ലേ, ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെ വരുമ്പോ ഇത് കൂടെ വെള്ളമൊലിച്ചിട്ടാണ് ഈ പാറയ്ക്ക് അങ്ങനെ ഒരു ഷേപ്പ് വന്നത്. വെള്ളം അങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്, വെള്ളം അങ്ങനെ ഒഴുകിയിട്ടുള്ള ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ ഈ അമ്പലം നല്ല രസമുള്ള അമ്പലമാണ്. അപ്പൊ നമുക്ക് അമ്പലം കണ്ടില്ല. അതെ, മഹാവിഷ്ണു ക്ഷേത്രം കണ്ടിട്ട് വരാം. അമ്പലം കണ്ടില്ല, ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ട് ഇവിടെ. കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലധർമ്മ മാച്ച പാലയ 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 മന്ത്രാണ് അതൊക്കെ. അപ്പൊ ഉപദേവതകളാണ് ഇതൊക്കെ, ഉപദേവതകൾ. പിന്നെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാല് പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന അമ്പലം, അതായത് നമ്മൾ കാണുന്ന തൊട്ട് ഓപ്പോസിറ്റ്. അതെ, പിന്നെ ഇതിനൊരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് പണ്ട് അറിയപ്പെടുന്നത്, അതായത് പണ്ട് കാലത്തെ ഈ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത്, മഹാവിഷ്ണു എനിക്ക് ഇരിക്കാനൊരു ഇടം വേണമെന്ന് പറഞ്ഞിട്ട് ഗദം വലിച്ചെറിഞ്ഞു എന്നാ പറയണത്. അത് കൊണ്ട ഭാഗം വീണ ഭാഗം ഒക്കെയാണ് ഇപ്പൊ മഹാവിഷ്ണുവിന്റെ അമ്പലം എന്നാ പറയണത്. അപ്പൊ ഇവിടെയാണ് വന്ന് വീണതും. അപ്പൊ ഈ പാറപ്പുറത്ത് അദ്ദേഹം വന്നിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് പുരാണങ്ങളിൽ പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് അതിൽ അറിയപ്പെടുന്നത്. അപ്പൊ കഥകളാ. അത് മാത്രമല്ല, ഈ പാറപ്പുറത്തൊരു അമ്പലം പണിയണമെങ്കിൽ അന്നത്തെ കാലത്തൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ. ഒരു പാറപ്പുറത്ത് ഇങ്ങനെ കെട്ടി പാറപ്പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആർട്ടിക്കേഴ്സിനൊക്കെ സുഖമാവും. കാരണം പാറ എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ ഇങ്ങനെയാണ്. അതിന്റെ പുറത്ത് മുകളിലായിട്ടും കറക്റ്റ് ഒരു ഷേപ്പ് നമ്മളെ കൃത്യമായിട്ട് അറിയാം ലെവലും കാര്യങ്ങളൊക്കെ. 90 അങ്ങോട്ടും പറയാതെ ഇങ്ങനെ ആ ലെവൽ സ്കെയിലൊക്കെ. അന്നത്തെ സ്കെയിലല്ലേ, വെള്ളത്തിന്റെ തടിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു സാധനം ത്രാസ് പോലെ അത് വെച്ച് ഇപ്പൊ മഞ്ഞ സ്കെയില് വെള്ളമൊക്കെ നിറച്ചിട്ട് ഇന്ന് മറ്റേ രസത്തിന്റെ അറിയാം. ആ സാധനത്തിന് ഇപ്പൊ ലെവലൊക്കെ ഉണ്ടല്ലോ. പാറയുടെ അളവ് തന്നെ അങ്ങോട്ട് കൊണ്ട് പോന്നിട്ടാവും. പക്ഷെ ആ അമ്പലത്തിന്റെ അളവ് തന്നെ അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞിട്ട് പോലില്ല അല്ലേ. അതിനൊക്കെ പ്രത്യേക ഒരു പണിയല്ലേ. പിന്നല്ലേ 600 വർഷം പഴക്കം പറഞ്ഞു കഴിഞ്ഞാല് 600 വർഷം വീണ്ടും പറയാം. 600 വർഷേ 600 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചല്ലേ പറ്റൂ.
പിന്നെ അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയി നീ മറ്റേ പാറയുടെ അപ്പുറത്തോട്ടില്ലേ, പിന്നെ പാടങ്ങളാണ് മൊത്തം. അതെ, വിശാലമായ. അല്ല നമുക്കിപ്പോ ചില വീഡിയോസിൽ കാണുന്നത് എക്കോ പോയിന്റ് ആണോ നോക്കട്ടെ. അച്ഛാ അല്ല, എക്കോ പോയിന്റ് അല്ല. എക്കോ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഇങ്ങോട്ട് പറയും. അതെ, അങ്ങനെ പോകും, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് എന്താണെന്നറിയോ, ഈ എക്കോ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയിടുക്കുകളുണ്ട്. അവിടെ മല, ഇവിടെ മല, ഇവിടെ കുന്നിങ്ങനെ മൊത്തം കുന്നുകളായിരിക്കും. അപ്പൊ ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പോവാതെ അലയടിച്ച് അത് ഒന്നല്ലെങ്കിൽ അവിടെ വലിയൊരു മല വേണമായിരുന്നു അതേപോലെ. അപ്പൊ ഇവിടെ തട്ടി അവിടെ തട്ടി ഇവിടെ തട്ടി അങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് വരും. അങ്ങനെ വരും. അതൊക്കെ നമുക്ക് ഫിസിക്സിലൊക്കെ പഠിക്കാണ്ട് കൃത്യമായിട്ട്, മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. മണിക്കിണറാണ് ഇത്, അമ്പലത്തിന്റെ കിണർ. ഇതാണ് മണിക്കിണർ. അതെ, ഭഗവാന് വേണ്ടി അമ്പലത്തിലേക്ക് വെള്ളം എടുക്കുന്ന കിണറാണത്. മണിക്കിണർ എന്ന് പറയും, തീർത്ഥക്കുളം. അത് അശുദ്ധിയാക്കരുത്, അതിൽ പോയിട്ട് ആരും വെള്ളം കോരരുത്, എടുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊള്ളാല്ലേ? അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ട് വശം കാണാം. വായോ, നമ്മൾ കയറി വന്നല്ലോ അമ്പലത്തിലേക്ക്. ആ പാറപ്പുറം എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് കയറി വരാൻ പറ്റുന്ന. നേരെ മറിച്ച് ഇതിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പടിഞ്ഞാറാണ് ദർശനം. ആ ഭാഗത്തെ പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കുത്തനെയാണ്. അത് നമുക്ക് ഞങ്ങൾ കാണിച്ചു തരാം. കാണാം, വായോ. വാവ് വാവ്, അത് അമ്പലത്തിലേക്കില്ല. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ടേജില്ലേ, ഫ്രണ്ട് വശത്ത്. പക്ഷെ ആ ഫ്രണ്ട് വശം അങ്ങോട്ട് നോക്കാം, അവിടുന്ന് കാണണം. അതാണ് കാണണ്ട്. പേടിയുള്ളവർ കാണരുത്, ഡിസ്ക്ലെയിമർ. അതല്ലേ ഇവിടെ അവിടെ നിന്ന് കയറി വരാൻ രസമാണ്. അവിടെ അത്ര പ്രശ്നമില്ല, അങ്ങനെ വലിയ ദൂരില്ല. പക്ഷെ നമ്മള് ശരിക്കും നടക്കില് ഉണ്ടല്ലോ ഇവിടെ, ഈ മറ്റേ സ്റ്റെപ്പൊക്കെ ഇപ്പൊ കെട്ടിയതായിരിക്കാം. പക്ഷെ ആദ്യ സ്റ്റെപ്പ് ഉണ്ടാവില്ല. അന്നേരം ഇത് കൂടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവനെ കുത്തനുള്ള ഒരു ഇറക്കാണ്ട് പാറ. ഈ പണ്ട് കാലത്തുണ്ടോ വെച്ചാ ഈ അമ്പലം ഇല്ലേ, ചെറുതായിരിക്കും. നമ്മള് കണ്ടല്ലോ ഇവിടെ നിന്ന് ദേവിയുടെ സ്വത്രം പറഞ്ഞ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ കെട്ടി പുനരുദ്ധാരണം 4 സൈഡ് കെട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന സാധനം കെട്ടി. കാരണം ഇതിന്റെ സൈഡിൽ പണി കണ്ടത് പുതിയ കാലത്തെ പണിയാണ്, മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ അല്ലേ, ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ചൂണ്ടൽ പാറപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വഴിപാട് പുഷ്പാഞ്ജലി ഭാഗ്യസൂത്രം. ഇവിടെ 57 വഴിപാടുകളാണ് ഉള്ളത്. 57 വഴിപാടുകൾ. ഉദയാസ്തമയ പൂജ, അതുപോലെ തന്നെ ഗണപതി, അതുപോലെ ശാസ്താവ്. അതുപോലെ തന്നെ ഇവിടെ ആലിന്റെ ചോട്ടില് ഒരു മറ്റേ എന്താ ഹനുമാൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഉപദേവതകളൊക്കെ ആയിട്ടുള്ള അമ്പലമാണ്. മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതെ, ഇത് ഈ ഭാഗത്ത് എന്ത് രസം നോക്കിയാണ് അല്ലേ. അവിടെ കണ്ണാടി ആ ഭാഗത്ത് ഉണ്ടല്ലേ, ഇറക്കാണ് 2 സൈഡ് 4 സൈഡ് ഇറക്കാം. തിരുവനോട് ഒരിക്കൽ നമ്മള് ഒരാള് ഒരു ചോദ്യം ചോദിച്ചോർക്കുണ്ട, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കൊടിമരത്തിന്റെ മുകളിൽ എന്താണ് ഇരിക്കണേ എന്നുള്ളത്. പിന്നെ ചോദിച്ച വ്യക്തി നിസ്സാരക്കാരനല്ല, ഗുരുവായൂർ ദേവസ്വം സ്റ്റാഫാണ്, ഗുരുവായൂർ അവകാശിയാണ്, അച്ഛന്റെ പ്രിയ സുഹൃത്താണ്, രഘു മാമൻ എന്നാണ് ഞാൻ വിളിക്കാറ്. പിന്നെ ചോദ്യം ചോദിച്ചത് ഞാൻ ആദ്യം പിന്നെ സിമ്പിൾ ഉത്തരല്ലേ. പക്ഷെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല, കൊടിമരത്തിന്റെ മുകളില് എന്താണ് വെച്ചിരിക്കുന്നത്, പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടില്ല, അങ്ങനെയുള്ള സംഭവം. അതുപോലെ ഞാൻ ഇത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഈ വിളക്കിന്റെ മുകളിൽ നോക്കിയേക്ക്, ഈ വിളക്കിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഗരുഡനെ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ലല്ലോ, അറിയാലോ. അതായത് മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിളക്കിന്റെയും, കൽവിളക്കാണെങ്കിലും ഓട്ടുവിളക്കാണെങ്കിലും ഒക്കെ അടിഭാഗത്ത് ആമേനെ കൊടുത്തു. പുരാണങ്ങളില് ഏറ്റവും കൂടുതൽ പ്രതിഭാസിക്കുന്നത് ആമയെ കുറിച്ചാണ്. കാരണം ആമയാണ് ഈ മറ്റേ ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് വിളക്കിന്റെ മുകളിലൊക്കെ ആമേനെ കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചല്ലേ, ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചന്ദനം നിറം മറന്നു പോയി. അച്ഛനാണെങ്കിൽ തൊട്ടു, ഇവിടെ ആണെങ്കിൽ ലേശം ഇരിപ്പുണ്ട്. തൊട്ടാല്ലേ, വെള്ളം ഇല്ലാത്തോണ്ടേ. വെള്ളത്തിന്റെ ഒരു കുറവുണ്ട് അല്ലേ. വെള്ളം ഒരു മിനിറ്റ്, വെള്ളമുണ്ട് ഗൈസ്.
വെള്ളമുണ്ട്. അച്ഛൻ ഐക്യു പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എള്ള ചന്ദനം ഇങ്ങോട്ട് ആക്കി അച്ഛൻ കൊണ്ട് തന്നെ വെള്ളം ഇരിക്കി ഒഴിച്ച് നമുക്കത് ലൂസാക്കി ഒഴിച്ചോളൂ. വേണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തൊടുന്നു. ഓറായിട്ടില്ലല്ലോ? ഓക്കെ മതി, കറക്റ്റ്. ഓറയുടെ ഔട്ട് ഇല്ല, കുഴപ്പമില്ല. എന്നിട്ട് ചെറിയൊരു ഭാഗം എടുത്ത് റെഡി. ഞാനും ഒരു ശേഖരത്തോടെ വലിപ്പിച്ച് ഓറായ ഇല്ലേ? ഇല്ലല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. കലക്കി. ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഭഗവാനെ. അപ്പൊ ഇവിടെ വേറൊരു, അതായത് ഈ അമ്പലം അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 600 വർഷത്തിലേറെ പഴക്കമുള്ള അമ്പലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കൽവിളക്കിരിപ്പുണ്ട്. അതും ചിലപ്പോ അത്രയും പഴക്കമുള്ള ഒരു, അതേ പറഞ്ഞ അങ്ങോട്ട് ഭയങ്കര നോക്കുള്ള ഇറക്കം ഞാനൊന്ന് പറഞ്ഞു തന്നതാ. അച്ഛൻ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇറക്കം കണ്ടില്ലേ? ചിലപ്പോ വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല, കാരണം ഈ ഇറക്കം കണ്ടില്ലേ? സമുദായം അംഗങ്ങൾ കൊള്ളാല്ലേ? സമുദായ അംഗങ്ങൾ. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽവിളക്ക്, ഇത് അതുപോലെ തന്നെ അത്രയും വർഷം പഴക്കമുള്ള. അതെ, ചിലപ്പോ അതെ, അടുത്ത് വന്നതല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കണ്ടില്ലേ, ഇതൊക്കെ എത്രയോ വർഷം എണ്ണ ഒഴിച്ചിട്ട് ഇതാക്കാതെ ക്ലീൻ ചെയ്യാതെ. കാരണം ഈ ഇതൊക്കെ കണ്ടില്ലേ, കല്ലൊക്കെ കണ്ടില്ലേ, എത്രയോ വർഷം പഴക്കമുള്ള കൽവിളക്ക് പോലെ ഉണ്ട്. ചില ആൾക്കാരോട് ചോദിച്ചല്ലേ അവര് ഇങ്ങനെ ഇതിനൊരു 350 വർഷം പഴക്കമുണ്ട്. അതാ പറഞ്ഞു, അത്രയും വർഷം പഴക്കമുള്ള ഇതാവാൻ സാധ്യത ഉണ്ട് ഇത്. അതെ കേട്ടോ. അതുപോലെ തന്നെ അമ്പലത്തിന്റെ നമ്മൾ പറഞ്ഞല്ലോ. അതെ അതെ, ഞങ്ങൾ ഇന്ന് വന്ന ദിവസമാണ്, എല്ലാം മഴക്കാറാണ്. മുകളില് മഴ പെയ്ത അയ്യോ കണ്ടില്ല, ഇത് മറ്റേ ഫ്രണ്ടേജ് ആണ്. അതെ, പടിഞ്ഞാറ് നട. അതിന്റെ ഇപ്പൊ ഈ സ്റ്റെപ്പൊക്കെ ഇപ്പൊ വന്നതാണ്. ഇതിന്റെ ഇതൊക്കെ ഫ്രണ്ട് ഇപ്പൊ കെട്ടിയതായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ഇറക്കാണ്. ഇവിടെ ഈ വർഷക്കാലത്ത് വരുമ്പോഴാണ്, മഴക്കാലത്ത് വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. വെള്ളം എപ്പോഴും അങ്ങനെ. പക്ഷെ ഇവിടെ ഒരു നടുക്കായിട്ടൊരു ഇതുണ്ട്, പാറയുടെ ഇടയ്ക്കൊരു വെള്ളം തന്നെ ഉണ്ട്. അതിന്നാണ് മോട്ടർ അടിച്ചാണ് ഈ അമ്പലങ്ങളിലേക്ക് വെള്ളത്തിന് ആലോചിക്കുക. അപ്പൊ എവിടെന്നോ വെള്ളത്തിന്റെ സോഴ്സ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ കണ്ടോ, ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു നവീകരണ കലശം 3ാം ഘട്ടം 2022 ഫെബ്രുവരി 22 ഞായറാഴ്ച. ചൂണ്ടൽ പാറപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 3 വർഷത്തേവായി. അതിന്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ നിന്നും ശരിക്കും പറഞ്ഞത് റൗണ്ട് ഷേപ്പാണ്, ഇങ്ങനെ കയറ്റത്തില് നമ്മൾ ശരിക്കും വരയ്ക്കല്ലോ, അതേ ഒരു ലുക്കാണ് ഇത് പാറ. ശരിക്കും നിങ്ങളെ കണ്ടല്ലോ, ഇത് കണ്ട് ആസ്വദിച്ചു പോകേണ്ട സംഭവം. അത്രയ്ക്കും പ്രാധാന്യവും രസമാണ് കാണാൻ. ശരിക്കും നിരു പറഞ്ഞ അതുപോലെ തന്നെ കേട്ടോ, ഇത് ഇപ്പൊ പണിതതാണ് ഇതൊക്കെ. അതുവരെയാണ് അമ്പലം ഉള്ളത്. അതുവരെ അമ്പലം ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ അതിന് മുൻപ് ശ്രീകോവിൽ മാത്രമേ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഉപദേവത ഇരിപ്പുണ്ട്. അതിന് മുന്നിലും ഒരു കൽവിളക്കുണ്ട്. അതുപോലെ തന്നെ ഇത് ഗണപതി ക്ഷേത്രമാണോ ചോദിക്കുന്നുണ്ട് ചെറുത്. കാരണം നാളികേരം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ല് ഇരിപ്പുണ്ട് ഇവിടെ. ഇത് നാളികേരം അടിക്കാൻ വേണ്ടിട്ടാ, കണ്ടോ? ഇത് ഗണപതിയുടെ അമ്പലം അല്ല, അയ്യപ്പന്റെ അമ്പലമാണ്. അയ്യപ്പന്റെ അമ്പലം, അയ്യപ്പ ക്ഷേത്രമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളുതിരി കത്തിക്കാനുള്ള കൊടുത്തിട്ടുണ്ട്, എള്ളുതിരി. അപ്പൊ അത് അയ്യപ്പനാണ് ഉപദേവത ഇട്ടിരിക്കുന്നത്, എഴുതിയിട്ടുണ്ട്. അതെ, ഭൂതനാഥ സദാ നന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേഭ്യം നമോ നമഃ. അതായത് ഇത് അമ്പലത്തിന്റെ ആദ്യകാലത്തെ അമ്പലത്തിന്റെ വീണ്ടും പുനരുദ്ധാരണം നടത്തി അടിപൊളിയാക്കിയിട്ട് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് വർഷം, ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ 600-ൽ പരം വർഷം, 600-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള അമ്പലങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും അതുപോലെ ആ ഒരു ചൈതന്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ പറ്റണം. അതാണ് അതിന്റെ ഒരു നമ്മളെ എന്താ പറയാ, പഴമകൾ കളയാതെ നമ്മൾ അതിനെ കൊണ്ടു നടക്കണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അതെന്തായാലും ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഈ പാറപ്പുറത്തുള്ള അമ്പലം മഹാവിഷ്ണു ക്ഷേത്രം സൂപ്പർ അമ്പലമാണ്. അപ്പൊ നമ്മള് ഹൈവേയുടെ പക്കത്ത് തന്നെയാണ് ഈ അമ്പലം. ആർക്ക് വേണേലും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് കണ്ട് പോവാം പറ്റുന്ന ഒരു അമ്പലം. അതെ,
ഇതാണ് ഇവിടുത്തെ 4 സൈഡിലേക്ക് എത്തിക്കുന്ന വെട്ടം ലൈറ്റ് അടിപൊളി. അങ്ങനെ അവിടെ ഒരു ആൽച്ചോട്ടുള്ള ഒരു ഹനുമാൻ സ്വാമി ആൽച്ചോട്ടിലാണ് മാരുതി. അത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ആ ആൽത്തറ കെട്ടി നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയായിട്ട് ആൽത്തറ കെട്ടിയിട്ടുണ്ട്. നമ്മള് പാറപ്പുറത്തിന് ഇറങ്ങുകയാണ്. ഇറങ്ങി എന്തല്ലേ നല്ല ഇറക്കാണ് ഇവിടെ. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ വരുമ്പോ തന്നെ. കാരണം ഈ ഇങ്ങനെ കാണുമ്പോഴേ ഈ അമ്പലം അതൊക്കെ നല്ല രസമാണ്. ഹനുമാൻ സ്വാമിയുടെ അമ്പലത്താണ്. ഹനുമാൻ സ്വാമി അടിപൊളിയല്ലേ? അത് അടിപൊളിയുണ്ട്, നന്നായിട്ടുണ്ട്. സ്റ്റീൽ കൊണ്ടൊക്കെ പണിത് സൈഡായിട്ട് അവിടെ ഒരു കൽവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ വന്ന വിളക്കുകളാ, പുതിയ വിളക്കുകളാണ്. അടിഭാഗം കണ്ടാ മനസ്സിലാവും നമുക്ക്. പൊടി പോയിട്ടില്ല. അതെ, കൊള്ളാല്ലേ? അടിപൊളിയാ. അപ്പൊ കാഴ്ച അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ അടുത്ത് വരാൻ, അതുപോലെ തന്നെ ഈ അമ്പലം യാത്ര ചെയ്യാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ KSRTC ബസ് തന്നെ ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ഈ പേരും പറഞ്ഞു സമയത്ത് നമുക്ക് ആ പേര് കിട്ടില്ല. അതായത് മറ്റേ ഇതിന്റെ ഇതാണ് തീർത്ഥാടന യാത്ര. അതെ, ക്യാമറമാൻ പുറമെന്ന് പറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു. തീർത്ഥാടന യാത്ര എന്നൊരു സംഭവം KSRTC ബസ് ഇപ്പൊ നടത്തുന്നുണ്ടല്ലേ? അമ്പലങ്ങളിലൊക്കെ. അങ്ങനെ പോണവർക്കും അറിയായിരിക്കും അമ്പലത്തെ കുറിച്ച്. അല്ലാണ്ടൊക്കെ ആഗ്രഹിക്കണതും ഇതൊക്കെ സാധാ അമ്പലം യാത്ര പോകുന്ന ആൾക്കാരല്ല, ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം അത്രയും രസമാണ് കാണാൻ. ടൂറിസ്റ്റ് പ്ലേസ് അല്ല, പക്ഷെ ഇങ്ങനെ ഒരു പാറപ്പുറത്തൊരു അമ്പലം. കാരണം ഇവിടെ തന്നെ ചൂണ്ടൽ പാറപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഇത് കൂടെ പോകുന്നവർ തൃശ്ശൂർ കുന്നംകുളം റൂട്ടില് ഹൈവേ വഴി പോകുന്നവർക്കൊക്കെ ഒന്നുകൂടെ ഇറങ്ങാം, ഒന്നുകൂടെ കയറാം, ഭഗവാനെ കാണാം. എന്നിട്ട് ഇവിടുത്തെ മറ്റേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് വന്നു, ഞങ്ങള് കണ്ടു, നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തന്നു ഞങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.